ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എന്താ ബാംഗ്ലൂർക്ക് ഒരു യാത്ര പോവാണ്. അപ്പോൾ തന്നെ പെട്ടി ഞാൻ ഇറക്കം വിടാൻ ഞാൻ പുതിയ പെട്ടി മേടിച്ചു കേട്ടോ. എങ്ങനെയുണ്ട് കളർ നോക്ക്, ഇഷ്ടപ്പെട്ടോ? പുതിയ പെട്ടി മേടിച്ചു. പിന്നെ ഞാൻ കുറേ നാളെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇത് വാങ്ങാനായിട്ടുള്ളൊരു സാഹചര്യം കിട്ടിയതില്ല, ഇപ്പം കിട്ടി. ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കാനുള്ള സാധനം ഞാൻ കുറേ പേര് കണ്ടിട്ട് അത് ഇതിൽ തൂക്കി പോകണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അതിൽ കൊണ്ടു ബാംഗ്ലൂർ പോകുമ്പോൾ കൊണ്ടു ഞാൻ പാക്ക് ചെയ്യാൻ പോവാണ്. അയ്യോ പൊന്നു പോലെ കൊണ്ടു നടക്കണത്. ഓക്കെ, നമ്മളിത് പാക്ക് ചെയ്യാൻ പോവാണ്. നമുക്കിതിൽ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ മേക്കപ്പ് സാധനങ്ങൾ വയ്ക്കും, ഇതിൽ എൻ്റെ ഡ്രസ്സ് വയ്ക്കും. കൂടി കുറച്ച് ഡ്രസ്സുള്ളൂ, ഷെഡിന്ന് കാണിക്കട്ടെ ദൈവമേ. അപ്പോൾ നമ്മൾ പുതിയൊരു ഡ്രസ്സാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതാണ് കേട്ടോ, ഞാൻ ഇടുമ്പോൾ കണ്ടോളൂ നിങ്ങൾ കേട്ടോ. ആദ്യം ഇങ്ങനെ ഭംഗിയിൽ മടക്കി വെക്കാം. ഭംഗിയിൽ മടക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ മടക്കി വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഹുഡി, തണുപ്പുണ്ടോന്നൊന്നും അറിയില്ല, നല്ലൊരു ഹുഡി വെക്കാം. ബാംഗ്ലൂർ എങ്ങനത്തെ ഇപ്പൊ കാലാവസ്ഥ ഒന്നും അറിയില്ലല്ലോ. ഇത് വെച്ചിട്ട് ഇവിടെ വെക്കണല്ലേ, പുറത്ത് വെക്കാം. ഗൈസ്, ഞാൻ സ്ഥലം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഈ പെട്ടിക്ക് മാച്ചായിട്ട് ഞാൻ ഈ ടീഷർട്ട് ഇട്ടിട്ട് പോണേട്ടാ. ഈ ജീൻസും ഈ ടീഷർട്ടും, ഈ ഷർട്ടും ഇതും, ഈ ജീൻസും ഈ ടീഷർട്ടും ഇടും. ഓക്കെ, ഓണാക്കിട്ടാ വീഡിയോ. ഓക്കെ, നമ്മള് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം. മേക്കപ്പിന്റെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊക്കെ വെച്ച് സെറ്റ് ആക്കണമെങ്കിൽ. മുടക്കാന്നൊക്കെ പറഞ്ഞാൽ റിസ്ക് പരിപാടിയാണല്ലേ, എന്നാലും മുടക്കം ഇഷ്ടം. പാക്ക് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഇതിട്ടിട്ട് ഞാൻ ഒരു ഫോട്ടോ ഒക്കെ തമ്മിലായിട്ട് ഇടും. കാണണേ, ഇനി കുറച്ചൊക്കെ വേറെ സാധനങ്ങളൊക്കെയാണ് മടക്കി വെക്കേണ്ടത്. നിങ്ങൾ കണ്ടാൽ ചിലപ്പോൾ ബോധം കിട്ടില്ല. ഇന്നേഴ്സൊക്കെ മടക്കിയിട്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ച് പൂട്ടട്ടെ കേട്ടോ. സമയമില്ല, 11 മണിക്ക്, രാത്രി 11 മണിക്കാണ് ട്രെയിൻ അല്ല ബസ്. നമ്മളതിൽ പോകണം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ട്രോളി ബാഗൊക്കെ കൂടി ഉന്തി അതിൻ്റെ ഞാൻ ബിഗ് ബോസിലൊക്കെ വലിയ ട്രോളി ബാഗ് കൊണ്ട് ഉന്തി പോയിട്ടുണ്ട്. പക്ഷേ ഈ ചെറിയ ഇത് കൊണ്ടിട്ട് ഉന്തി പോകുന്നത് ഭയങ്കര. ഞാൻ അപ്സരൈസിൽ റെസ്പിൻ ജിസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ അന്ന് നമ്മൾ വയനാട്ടിൽ ടൂർ പോയപ്പോൾ അവരെ കാര്യം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഞാൻ ഒരു ബാഗ് ഇട്ടിട്ട് പോയി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ബാഗ് ആകുമ്പോൾ ഒരു ട്രോളി ബാഗ് നോക്കാൻ അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വാങ്ങണം. അങ്ങനെ ഞാൻ വാങ്ങിയതാ ഗൈസ്. കൊള്ളാല്ലേ, സൂപ്പറാക്കി പറയണേ. ഇത് ഇഷ്ടപ്പെട്ടവര് കമന്റ് ചെയ്യണേ. ഈ കളർ ഇഷ്ടപ്പെട്ടവര്. കുറിച്ചോളണ്ട കവറ് ആണോ കളയല്ലേ. പിന്നെ അവിടെ നോട്ട പുതിയതല്ലേ. ബൈ പോവാണമ്മ. ബൈ പോട്ടെ മോളെ. സോക്സ് കാണാണ്ടായ പിന്നെ സോക്സ് കാണാല്ലോ ഗൈസ്. കണ്ടില്ലേ എന്നിട്ട് പെട്ടി ഡ്രസ്സും ഒരേ കളർ. അപ്പൊ നമ്മൾ ഒന്നും മിണ്ടായിരിക്കുമേ, കട്ട് ചെയ്യില്ല. അപ്പൊ നമ്മള് പോവാണ് ഗൈസ്. ഷൂലൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. പോയിട്ട് ബസ് കയറട്ടെ. ഓക്കെ, ബൈ. അപ്പൊ ഗൈസ് നമ്മളിതാ ബസ് കയറി ബസ്സിൽ പോകാൻ. ഫസ്റ്റ് ടൈം ആണ് ഞാൻ ബാംഗ്ലൂർക്ക് ബസ്സിൽ പോകുന്നത്. അത് AC ബസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മളിതാ ബാംഗ്ലൂർ എത്തി. അതുണ്ടാവും അടിപൊളി. അങ്ങനെ ഉറക്കത്തിന് എണീക്കാൻ വിട്ടുപോയി. അവർ വിളിച്ചുകൊണ്ട് ഞാൻ എണീച്ചു, അല്ലെങ്കിൽ ഞാൻ അപ്പം ഇന്ന് എണീക്കില്ലായിരുന്നു. നമ്മൂർ ബാംഗ്ലൂര് പറയണമൊക്കെ കേൾക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മളിതാ റൂമിലെത്തി. കുറച്ചേരം ഉറങ്ങാം. 7 മണിയൊക്കെ ഉള്ളൂ. ഒന്ന് പല വെളുക്കട്ടെ വിളിച്ചൊക്കെ ഉറങ്ങിയിട്ട് ഫ്രഷായിട്ട് കാണാം. ഓക്കെ, ബാംഗ്ലൂർ എത്തിയെങ്കിലും നല്ല ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ബാംഗ്ലൂരിലത്തെ സ്ഥലങ്ങളും കൂട്ടിയിട്ടേക്കാം. ഞാൻ ഹോട്ടലിലെ സൈഡിലേക്ക് വന്നതാ, നടന്ന് ഇതും കൂട്ടിയിട്ടേക്കാണ് ഗൈസ്. എന്താ എന്തൊരു ഇത്. രാവിലെ തന്നെ നല്ല തണുപ്പ്, നടക്കും നല്ല സുഖം. നമുക്കൊരു മലയാളിയിലെ ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തൊരു ഹോട്ടലുണ്ടായിരുന്നു. ഞാൻ തെണ്ടി തിരിഞ്ഞ് നടക്കണമായിട്ട് അപ്പോൾ അത് അവിടെ നോക്കിയാൽ മതിയായിരുന്നു. നമ്മളിപ്പോൾ ഊട്ടുപുര എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കേട്ടോ, അങ്ങനെ അഹമ്മദ്വാടയിലുള്ളത്. ഗൈസ്, നമ്മൾ നല്ലൊരു ചൂട് വെള്ളയപ്പം ആണെന്ന് തോന്നുന്നു. ചൂട് വെള്ളയപ്പം മുട്ട റോസ്റ്റാണ് പറഞ്ഞത് കേട്ടോ. കഴിക്കട്ടെ, ടേസ്റ്റ് ഒന്നും നോക്കട്ടെ കേട്ടോ. ഇതാ ഒരുങ്ങി. ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. കാണട്ടോ, നോക്കട്ടെ. ഇതാണേ ഫുഡ് കഴിക്കണം. വിശന്നിട്ട് വയ്യ, ഫുഡ് കഴിക്കണം. ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ രാവിലെ വെള്ളയപ്പം മുട്ടക്കറിയും കഴിച്ചിട്ട് ഒരു ഉറക്കം കഴിഞ്ഞു. ഇതാ പെനീറ്റു ഭക്ഷണം കഴിക്കണം.
തിരിഞ്ഞ് നടക്കണം. അതാണ് ഇന്നത്തെ നോക്കട്ടെ. ബാംഗ്ലൂർ ഒറ്റയ്ക്ക് നടക്കണ ഒരു ബാംഗ്ലൂരത്തെ ഒരു സുഖം വേറെ ആയിരിക്കും. ആരുമില്ലാണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നു തിരിച്ച് ഹോട്ടലിലേക്ക് എത്താൻ വഴി അറിഞ്ഞാൽ മതി. ദൈവമേ, ബാഗൊന്നും ഞാൻ എടുക്കണില്ലേ, ബാഗൊക്കെ ഇവിടെ വെച്ച് പോവാം. ഗൈസ് അങ്ങനെ ഞാൻ എന്താ മാസ്കൊക്കെ വാങ്ങി. മാസ്കിലാണ് കളിയില്ല ഗൈസ്. നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കാൻ നമ്മൾ കാലത്ത് കഴിച്ച സ്ഥലത്തേക്ക് ഞാൻ വന്നിരിക്കാം. മലയാളി ചേട്ടനായിട്ട് കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. മലയാളത്തിൽ ഞാൻ ഒരു മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മീൽസ് സ്പെഷ്യലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു മീൽസ് ഓർഡർ ചെയ്തു. നമുക്ക് നോക്കാം, കഴിച്ചു നോക്കാം. അതിൻ്റെ ഇപ്പോൾ ഒരു ഫിഷ് ഫ്രൈ പറഞ്ഞിട്ടുണ്ട്, അയില വറുത്തത്. എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം ഗൈസ്. അങ്ങനെ അവർ നമ്മുടെ നാട്ടിലെ പച്ചയായ വാഴല കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നവര. ഓ ഇവിടെ മഞ്ഞക്കൊര. തൃശ്ശൂർ മഞ്ഞക്കൊര എന്ന് പറയുന്നേ. മലപ്പുറം ഭാഗത്തല്ലേ. ചോറിട്ടു, കുറച്ച് മതി. ഞാൻ ചോദിക്കാം ഇനി വേണമെങ്കിൽ. കുറച്ച് ഓക്കെ ബസ്. താങ്ക് യു. ദൈവമേ, ഞാൻ ഹിന്ദി പറയും മലയാളം പറയുന്നുള്ള അവസ്ഥയില്ലല്ലോ അറിയട്ടെ. ഈ സാമ്പാറൊക്കെ വരുന്നത് കേട്ടോ വരട്ടെ. അങ്ങനെ നമുക്ക് ഫിഷ് കറി ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. പപ്പടം. ഓക്കെ, അങ്ങനെ നമ്മുടെ ചാള പറഞ്ഞു. ഞാൻ അയില മാറ്റി ചാള പറഞ്ഞു. കുറേ നാളെ ചാള വറുത്ത് കഴിച്ചിട്ട് ഞാൻ ചാളയിലേക്ക് ചാടി. അങ്ങനെ നമ്മളിതാ ഫുഡടിയൊക്കെ തുടങ്ങി. നല്ല ഫുഡുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാംഗ്ലൂർ വന്നിട്ട് ഞാൻ മലയാളി ഫുഡ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കിട്ടി അവസാനം. നമ്മുടെ ഊട്ടുപുരയിൽ വന്നില്ല. ഊട്ടുപുരയിൽ എന്താ ചേട്ടൻ മനുഷ്യൻ ചിരിപ്പിക്കുന്നുണ്ട്. ആ ചേട്ടൻ തന്നെ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചേട്ടൻ ഇപ്പോഴാണ് അതിനെ പിടുത്തം കിട്ടിയത് ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് നമ്മൾ ഇറങ്ങി. എനിക്ക് വയറ് നിറഞ്ഞു കേട്ടോ. എൻ്റെ വയറ് പൊട്ടും. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ. ഫുഡൊക്കെ അടിച്ചില്ല, വേറെ സ്ഥലത്തേക്ക് പോയി നോക്കാം. ഇവിടെ ചേട്ടൻ ഇപ്പോഴാണ് എന്നെ മനസ്സിലായത്. വർത്താനൊക്കെ പറഞ്ഞു. പോട്ടെ, ബൈ. ബാംഗ്ലൂർ വന്നപ്പോൾ അമ്മയ്ക്ക് സാരി വേണമെന്നുണ്ട്. ഞാൻ അതേ സാരി എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. ചേട്ടൻ ഫുള്ള് കാണിച്ചു തരാണ് കേട്ടോ. ഹായ് ബിലോ. ഇഷ്ടപ്പെട്ടൊന്നുമില്ല എൻ്റെ അമ്മയ്ക്ക്. കുറേ സാരി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. വെറൈറ്റി ഉണ്ടല്ലേ. ഇപ്പോൾ എല്ലാം വെറൈറ്റി എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് വീഡിയോ കോൾ ചെയ്തിട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്ത് ചെയ്യാനാണ്, നോക്കട്ടെ. കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ, നല്ല ഷോപ്പാണ് ഗൈസ്. അങ്ങനെ ലാസ്റ്റ് ഇതാ ഞാനൊരു ഗ്രീനും ഇങ്ങനെ ആയിട്ടുള്ളൊരു സാരി എടുത്തിട്ട് അമ്മയ്ക്ക്. ചേച്ചിയും കൂടി വീഡിയോ കോൾ വന്നപ്പോഴാണ് കൺഫേം ആയത്. കല്യാണം ഉണ്ട് ഞങ്ങൾക്ക് ഒരെണ്ണം ഏപ്രിൽ. അപ്പോൾ പിന്നെ ഒരു കല്യാണത്തിന് പറ്റിയൊരു മോഡലാക്കിയിട്ട് ഞാൻ എടുത്തതാണ്. ഇതൊക്കെ ഉണ്ടോ ഭംഗിയില്ലേ ഗൈസ്. അങ്ങനെ ഒരു സാരി എടുത്ത് ഞാൻ സാരിയിൽ ഞാൻ അവസാനിപ്പിച്ചു. കാരണം ഇനി അമ്മ വല്ലതും പറയും വീണ്ടും വേണം എന്നൊക്കെ. ഇനിയും അത് ഞാൻ ഒരു സാരിയിൽ അവസാനിപ്പിക്കില്ല, നല്ലത്. അങ്ങനെ ഞാൻ ആ ഗ്രീനും യെല്ലോയും കൂടിയിട്ടുള്ള സാരി എടുത്തു ഗൈസ്. ബാംഗ്ലൂർ വന്നല്ലേ, ചിലപ്പോൾ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ട്രൗസർ കാര്യമായിട്ട് പോകേണ്ടി വരും, പൈസ ഒന്നും ഇല്ലാണ്ട്. ഇനി നമ്മൾ 3:30 ആകുമ്പോൾ ഇവിടെ നിന്ന് പോകും MG റോട്ടിക്ക്. അവിടെ ആ കുട്ടി ഞാൻ പറഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മൾ ഊബർ കിട്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടൻ 4:05 ഇവിടെ എത്തിക്കുന്നു പറയുന്നു. ഈ ചേട്ടൻ എന്നെ 23 വയസ്സൊന്നും കണ്ടു തോന്നുന്നില്ലായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ ഇവിടെ ഇറക്കി കിട്ടുമെന്നൊക്കെ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ MG റോട്ടിൽ പോയിട്ട് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു പെൺകുട്ടീനെ പരിചയപ്പെട്ടു വന്നു. അപ്പോൾ പിന്നെ അവിടെയൊക്കെ ചുറ്റി കണ്ടിട്ടൊക്കെ വരാം. അവിടെ എന്താണ് കാഴ്ചകളുള്ളതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിതാ ബാംഗ്ലൂർ മെട്രോ സ്റ്റേഷനിലേക്ക് കൂടെ നടന്ന് പോവുകയാണ് ഗൈസ്. നമ്മൾ അപ്പുറത്തേക്കില്ല, അപ്പുറത്തേക്ക് പോകാനൊക്കെ ടിക്കറ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മളിതാ അങ്ങനെ നമ്മുടെ മാധുവിനെ കണ്ടുമുട്ടിരിക്കുകയാണ്. ഹായ് സല്ലു. അയ്യോ, ഇപ്പുറത്തെ സൈഡ് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ നമ്മളിതാ മെട്രോ കൂടെ നടന്ന് തന്നെ ഇതൊക്കെ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അറിയില്ല, കാണിക്കുമോ? ബൈ. ഞാൻ ഡിവോർട്ട് ചെയ്യാൻ പോകും. ഞാൻ അവിടെ ഒറ്റയ്ക്ക് നടക്കാൻ പോകാം ഗൈസ്. ബൈ ബൈ. ഓ, നല്ല കുറച്ചൊന്ന് ഡ്രസ്സ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളേതാ? അതിവിടെ ഇല്ലേ? ശിവാജി നഗർ എന്തോ അങ്ങനെ പറഞ്ഞല്ലോ. അവിടെ ഉണ്ടാവില്ലേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ? എന്തോ പറയുന്നുണ്ട്. പോലീസുകാരൊക്കെ ഭയങ്കര സീനാണ് കേട്ടോ. പോലീസുകാർ റോങ് സൈഡൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാരെ ചീത്ത അറിയുന്നുണ്ട് ഗൈസ്. നല്ല പോലീസുകാരോ.
മലയാളികളാണ് തോന്നുന്നു കൂടുതൽ. നമ്മൾ ഓവർ കണ്ടിട്ട് ചിരിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഏതവൻ അങ്ങനെ ഞാൻ എന്താ ഒരു കൂളിംഗ് ഗ്ലാസ് നോക്കാൻ വേണ്ടി വന്നേക്കാണ്. എന്താ ആൾക്കാർ അടിച്ചു കൊണ്ടു അവർ കൂളിംഗ് ഗ്ലാസ് വെക്കാനാണോ കണ്ണു കാണാത്തെ? ഞാൻ ഒന്ന് കൂളിംഗ് ഗ്ലാസ് വെച്ച് നോക്കട്ടെ. ഇതൊന്നും പിടിക്കും. ഓക്കെ വെച്ച് നോക്കട്ടെ കേട്ടോ. എങ്ങനെയുണ്ട്? പൊട്ടന് കണ്ണട വെച്ച പോലെ ഉണ്ടോ? ഇത് ഭംഗിയില്ലല്ലോ നോക്കിയാ ഫ്രെയിം. ഇത് വെച്ചപ്പോൾ എനിക്കൊന്നും കാണാനില്ല എന്ന് പറയാൻ പറഞ്ഞു. ഇതാരത്? ആരുടെ ഇത്? നോക്കിയിട്ട് ചിരിക്കാനാണോ ഞാൻ ഇത് കൊണ്ട് ഇത് വെപ്പിച്ചേ? അയ്യോ ഏതുപിൾ നല്ല പൂക്കളൊക്കെ ഉണ്ട്. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. എന്നെ പോലെ ഒരു ഡെമ്മി ഉണ്ട് ഇവിടെ. നോക്കൂ, കണ്ടോ? ഓ ഈ സാധനം വേണോ? അത് നീ കഴിക്കില്ലേ? ഒന്നും കഴിക്കില്ല എന്ന്. എന്താ ചെയ്യ പെൺകുട്ടി. നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ്. മാഗി എന്നോട് ഉച്ചക്കണം. എൻ്റെ ബാക്കിൽ ഇവിടെ ഒരാൾ കാപ്പി കുടിക്കൂ. ഇവിടെ ഞാൻ ബ്ലാക്ക് കോഫി പറഞ്ഞിട്ട് ഞാനങ്ങനെ കുടിക്കാത്തൊരാണ്. കുടിച്ച് നോക്കാം ഇങ്ങനെ എന്തുണ്ട്. അതെ, എന്താ കഴിക്കണേ? ഗൈസ് നമുക്ക് മാഗി കഴിച്ച് നോക്കാം. ടേസ്റ്റ് ഉണ്ടോ? 2 സ്പൂണൊക്കെ ഉണ്ട്. ഒരാൾക്ക് ഞാൻ കൊടുക്കില്ല. നമുക്ക് എന്തൊക്കെ ഇട്ടുണ്ടല്ലോ അതിൽ തെറി പറയുന്നൊന്നുണ്ട്. ലാസ്റ്റ് പൊടി ഞാൻ കഴിച്ചു നോക്കട്ടെ. എണ്ണക്ക് പെള്ളും ചൂടുണ്ട്. കാണുന്നുണ്ടോ എന്നെ? വളരെ നല്ല മികച്ച പ്രകടനമുണ്ട്. അടിപൊളി. കടയുടെ പേര് പറഞ്ഞു കൊടുക്കണോ? ഇവിടെ എന്തോ കണ്ടപ്പോ എന്നോട് വീഡിയോ എടുക്കാൻ പറയുന്ന ഈ പെണ്ണുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഓ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഓട്ടോറിക്ഷയിൽ കയറി പോവാണ് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട്. 100 രൂപയാണ് ഒരു ചേട്ടൻ പറഞ്ഞാണ് കേട്ടോ. എന്താ ചെയ്യ? ഇവിടെ എത്ര ഉണ്ട്? കുറച്ചുള്ളൂ. പക്ഷെ 100 രൂപ എന്താ ചെയ്യാ? തൃശ്ശൂർക്കാരുടെ ഓട്ടോറിക്ഷ ചേട്ടന്മാരൊക്കെ ഞാൻ പൂട്ടിപ്പോ പൂജിക്കുന്നു. അല്ലേ? സത്യ. നമ്മളെവിടെയാ വന്നിരിക്കുന്നത് പറയൂ. യെസ്, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഇപ്പോൾ കമന്നടിച്ച് വീടാണ് ഇവിടെ. വള ഓ എന്താ ചേച്ചി ഇങ്ങനെ വളയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടെ. ചക്ക മുഖം പൊത്തുന്നു കണ്ടപ്പോ എന്നാടേ ഇത്? അവനെന്താ അവനെ പിടിക്കാൻ പോയതല്ലേ? നല്ല കഥ. അങ്ങനെ നമ്മൾ തുണി എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ട്. ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട്. കിട്ടിയേക്കൂട്ടാ. ഓ 350. ഓക്കെ ഓക്കെ ഗൈസ്, ഇവിടെ ഒരു അമ്പലം കണ്ടോ? നല്ല രസമുണ്ടല്ലേ? വാ ഗൈസ്, നമ്മൾ അടുത്ത തുണിക്കടയിൽ വന്നു. മറ്റോടത്തൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മളൊരു ബാഗ് വാങ്ങാൻ പോയിട്ട് അയാൾ എന്ത് ടൈം പാസിനാണ്? അയാൾക്ക് വേറെ പണിയൊന്നുമില്ല, ചൊറിമുത്തിരിക്കുകയാണ്. എന്നിട്ട് അയാൾ പറയാം ടൈം പാസിനാണോ നിങ്ങൾ ബാഗ് നോക്കണേന്ന്. ഒന്നിനീ കൊടുക്കാൻ തോന്നി, പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടൊക്കെയാണ്. അയ്യാ വയ്യ അമ്മേ. ഞാൻ അടുത്ത സ്പെഷ്യലി വെള്ളത്തിലൊക്കെ ചേർത്ത് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം, കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത്തനെ ഗൈസ് നമുക്ക് കുടിച്ച് നോക്കാം. കണ്ടോ നെയ്ല്? അച്ചായ ഉപ്പ് സോഡ തന്നെ. തീർച്ചയായും കയറി ഗൈസ് ഇവിടെ ഒരാളുടെ. അങ്ങനെ ഞാൻ 250 ടോപ്പ് എടുക്കാൻ തീരുമാനിച്ചു ലാസ്റ്റ്. പക്ഷെ വീട്ടിലെത്തി പാകാവൊന്നും അറിയില്ല, അതാണ് ടെൻഷൻ. ട്രൈ ചെയ്യാനൊന്നും പറ്റില്ല എന്നാണ് അവരുടെ നിഗമനം. ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ, നോക്കൂ. കണ്ടു ഈ സൈഡോ ഇങ്ങനെ 99 എഴുതി കൊടുത്ത് ആരും വരെ എത്തിട്ടോ. വെറും ഉടായ്പകളാണ് ഗൈസ്. ഞാനും പെട്ടു, നിങ്ങളും പെടരുത്. എന്താടാ इधर भी दिखाओ ना मैडम। मैडम देखो। हेलो इंडिया आरोही ലോകത്ത് ചെന്ന പോലെ. ആ പാട്ട് പാടാതില് എവിടുന്നാ വന്നേ എവിടുന്നാ പോയെന്നൊന്നും അറിയില്ല കേട്ടോ. ആ അവസ്ഥയാ ഗൈസ്. ഗൈസ് അതെ ഗൈസ്, അതെ എവിടെയാണ് പോകുന്നതെന്ന് പോലും അറിയുന്നില്ല ഗൈസ്. ഒരു അമ്പലം. ഇവിടെ ഫുൾ അമ്പലം. നമ്മുടെ ഇവിടുത്തെ ഈ ഭാഗത്തൊക്കെ അമ്പലം, ചില ഭാഗത്ത് ഫുള്ള് ഡ്രസ്സ്. നല്ല രസമുണ്ടല്ലേ? അമ്പലത്തിൽ വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ.
നമ്മൾ എന്താണ് കഴിക്കാൻ പോകുന്നത്? പൊട്ടറ്റോ. പൊട്ടാറ്റോ. അതെ പൊട്ടാറ്റോ. അങ്ങനെയാണ് അതിനെ പറയാൻ തോന്നുന്നത്. ഇതാണ് നമ്മൾ കഴിക്കാൻ പോകുന്ന സാധനം. വന്നിട്ട് ഒരു ഡ്രസ്സ് ഒരു ടോപ്പാണ്ട് കിട്ടിയാണ്. ഒരു കുപ്പി വെള്ളം വാങ്ങാൻ പോയി എടുത്ത് ചേട്ടന്മാര് ബിഗ് ബോസിലല്ലേ എന്നൊക്കെ പറ. എന്താ ചെയ്യത്തില്ല മൊത്തം ഫാൻസ് ഫേമസ് ആയിരിക്കുന്നു. നല്ല ഫേമസ് ആണ്. ഓക്കെ ബൈ. വിധം എണ്ണയിലിട്ട് വറക്കും. ഞാൻ കഴിക്കാൻ തോന്നില്ല. അത് നോക്കാം. ഗൈസ് ഫ്രണ്ടിൽ കിടന്ന് ഷോ കുറേ നേരം കാണിച്ചിട്ടാണ് കേട്ടോ. എന്താ ചൂട് എന്താ ഗൈസ് ഗരം നെയ്ന്നൊക്കെ പറഞ്ഞിട്ടൊരു കോല് തന്നിട്ടുണ്ട്. നമുക്കിത് കഴിച്ച് നോക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കോല്. ചൂടുണ്ടാവും. ഒന്നാക്ക് ഉള്ളൂ. ഞാൻ ഇപ്പൊ കഴിക്കില്ല. നല്ല ചൂടുണ്ടാവും. നമ്മളിത് കഴിച്ചോട്ടെ കേട്ടോ. നല്ല എരിവുണ്ട് തോന്നുന്നു. ഞാൻ ആദ്യം ഒന്ന് കഴിച്ചു നോക്കി. എങ്ങനെയുണ്ട്? ഫുള്ള് ഇന്ത്യ ടേസ്റ്റ് ഉണ്ട്. അച്ഛാ ഭയ്യ നല്ല ടേസ്റ്റ്. പൈസ കൊടുത്തില്ലെങ്കിൽ ആളെന്നെ പിടിച്ച് കെട്ടിടും. പൈസ കൊടുത്തേ. ഓക്കെ എന്താ കഴിച്ചത്? പോപ്കോൺ വിൽക്കുന്ന ചേട്ടന് വരെ എന്നെ വിശ്വാസമാണ് അല്ലേ? കോൺ ഏത് കോൺ? ആ കോൺ കാണിച്ചു കൊടുക്കും. ഈ കോൺ കഴിക്കുന്ന ചേട്ടനോ മേടിക്കുന്ന ചേട്ടനോട് പറയാം നന്ദന എനിക്ക് വിശ്വാസമാണ്. ഹിന്ദിക്കാരൻ പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് അറിയാം. തള്ളിയിടാതാരും പറയരുത്. ഗൈസ് കുറച്ച് ഭംഗിയായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, എൻ്റെ ബ്ലോഗിൽ കുറച്ച് ഭംഗിയാവട്ടെ എന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക്കും ഓരോന്നൊക്കെ എടുത്ത് പൊട്ടുന്നുണ്ട്. എന്താ മതിയോ? കമ്മിറ്റഡ് ആണ് കേട്ടോ. വീട്ടുകാരെ കുറപ്പിച്ചിട്ട് പറയാം അശോകന് പറയില്ല. എന്താ ഞാൻ പറയും. അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് പോവാണ്. ഞാനൊന്ന് പോവും. അതെ പോയി തെരഞ്ഞ് കിട്ടിയ ഡ്രസ്സാണ്. ഒന്നിനും കൊള്ളാത്തത്. ഇവിടുന്ന് പോട്ടെട്ടാ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മാധുവിന്റെ PG ആണെന്ന് പറയാൻ പറഞ്ഞു. PGക്ക് പ്രൊമോഷൻ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ അങ്ങനെ നമ്മുടെ മാധു പോവാണ്. നീ ഇവിടുന്ന് അങ്ങോട്ട് പോവല്ലേ? എന്നെ വിട്ട് പോവല്ലേ? സങ്കടം ഉണ്ടോ? എന്താ ചെയ്യ ഫുള്ള് കാണിച്ചു കൊടുക്കും മാധു ആൾക്കാർക്ക്. കണ്ടില്ലേ ഇന്ന് അവിടെ നിന്ന് എടുത്ത് 250 രൂപ ടോപ്പാണ്. ഞാനെടുത്തിട്ട് 100 രൂപയൊക്കെ. നമ്മൾ പോട്ടെ ഗൈസ്. ബൈ പറ. അപ്പോൾ ഗൈസ് നമ്മൾ ആ ബാഗ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളിവിടുന്ന് ഇറങ്ങാണ്. ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. വിശക്കുന്നുണ്ട് എനിക്ക്. ഞാൻ എന്താ ടോപ്പ് ഇവിടുന്ന് പർച്ചേസ് ചെയ്താൽ 150 രൂപ. ഇഷ്ടമായോ ഗൈസ്? ഞാൻ ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. വേറെ ടോപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇട്ട് പോകാൻ മാത്രം. യാത്ര ചെയ്യുമ്പോൾ ഇടാൻ മാത്രം. അല്ലാണ്ട് അങ്ങനെ ഇടാനൊന്നും പറ്റില്ല. പർച്ചേസ് ചെയ്ത് കഴിയാണ്ടായി. പർച്ചേസ് ചെയ്യാനായിട്ട് നിറച്ച് കുറേ കിടക്കുന്നുണ്ട്. പക്ഷേ നോക്കിയിട്ട് നമുക്ക് നല്ല വേന എടുക്കണം. ഒന്നും ഇഷ്ടപ്പെട്ടതൊന്നും ഇല്ല. അങ്ങനെയൊക്കെ കിട്ടിയതാണിത്. 2-3 എടുത്തിട്ടുണ്ട് ഞാൻ. നമ്മളപ്പോൾ ബാംഗ്ലൂർ സിറ്റി വിടുവാണ് ഗായ്സ്. വിടുവാണ്. ബൈ ബൈ. ഫുഡ് കഴിക്കണം ഇനി. അപ്പോൾ ഗൈസ് നമ്മൾ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. ജംപ് റോൾ. എന്താ റോള്? ജംപ് റോളാ എന്ത് റോളാവും? അതേ ഇതിനറിയാതെ ഉണ്ടാക്കും കേട്ടോ. കുറച്ച് അധികത്തിൽ എനിക്ക് ഉണ്ടാക്കിക്കോളാം ചേട്ടാ. 2 മുതൽ എനിക്ക് നല്ല വിശപ്പാണ്. എന്തൊക്കെ ഇടുന്നില്ല. വിശക്കുന്നുണ്ട് ഗൈസ് അത് കാണുമ്പോൾ. നമ്മൾ പോവാണ് കേട്ടോ. കഴിക്കട്ടെ. ബൈ. പോയി. നല്ല ചൂടുണ്ട്. ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അടിപൊളി ഇഷ്ടമായി. സൂപ്പർ. നമ്മളിതാ ജംബൊക്കെ കഴിച്ച് വയറൊക്കെ ഇപ്പോൾ പൊട്ടും. ജംബോ ആയിട്ട് എൻ്റെ വയറ്. നമ്മളോടത്ത് പോവാണ് കേട്ടോ. ബാംഗ്ലൂരിലെ ഒരു ദിവസത്തെ ഒരു ചെറിയ വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.